വയനാട് കള്ളാടി ദുരന്തത്തിൽ മണ്ണ് മാറ്റുന്നതിനെക്കുറിച്ച് പഠനം നടത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. സർക്കാർ 3 അംഗ വിദഗ്ധ സമിതിയാണ് നിയോഗിച്ചത്. അതേസമയം മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ലക്ഷ്മിപ്രിയ ചേരുകയാണ് വിവരങ്ങളുമായി. ലക്ഷ്മി, ഈ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്ന ഈ മണ്ണ് മാറ്റുന്നത് സംബന്ധിച്ചാണ്. അത് ഈ ശാസ്ത്രീയമായ രീതിയിൽ മാറ്റിയില്ലെങ്കിൽ കൂടുതൽ മണ്ണിടിഞ്ഞു വരാനും അല്ലെങ്കിൽ അത് ആ പ്രവൃത്തി ചെയ്യുന്നവരുടെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. ഒരു സമിതി രൂപീകരിച്ച് തന്നെ ഇക്കാര്യം കൈകാര്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയല്ലേ സർക്കാർ? അതെ, സ്വപ്ന പറഞ്ഞതുപോലെ തന്നെ ആ മണ്ണ് അത് ഒരു പ്രധാന ഘടകമായി തന്നെ നിൽക്കുകയാണ്. അത് എങ്ങനെ മാറ്റണമെന്ന കാര്യത്തിലടക്കം തീരുമാനമെടുക്കാൻ തന്നെയാണ് സർക്കാർ 3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും എല്ലാം നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് 3 അംഗ സമിതിയെ നിയമിച്ചത്. ഇവർക്ക് സഹായം ചെയ്യുന്നതിനായി അവിടുത്തെ ജില്ലാ കളക്ടർ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 5-ാം ദിവസമാണ് കള്ളാടിയിൽ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിക്രം റാണയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സോൺ 2 കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മീനാക്ഷി പുഴയ്ക്ക് സമീപത്ത് വെച്ചാണ് അതായത് രാകേഷ് കുജേതിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതേതായാലും എംബാം ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കയറ്റി അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു മണ്ണ് മാറ്റലിലെ നടപടികളടക്കം ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ മണ്ണുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഒരു വിശദീകരണവുമായി കൊങ്കൺ റെയിൽവേ ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു. അവർ പ്രധാനമായും പറയുന്നത് അന്ന് അതിതീവ്ര മഴ ഉണ്ടായിരുന്നു. ഈ അതിതീവ്ര മഴയാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിന് കാരണം എന്നുള്ളതാണ്. അതേസമയം അവർ തീർച്ചയായും ലക്ഷ്മി, ഇതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇനി ഒരാൾ കൂടി, വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ കൂടി ഇന്നിപ്പോൾ തുടരും. അദ്ദേഹത്തെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. വിക്രം റാണ എന്ന് പറയുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. അദ്ദേഹത്തെ കൂടി കണ്ടെത്താനുണ്ട്. മരണം 7 വിക്രമിന് വേണ്ടിയുള്ള തിരച്ചിൽ കൂടി ഇന്നിപ്പോൾ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലാവസ്ഥയടക്കം പ്രതികൂലമായ ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. മാത്രമല്ല ശാസ്ത്രീയമായ രീതിയിൽ ഈ മണ്ണ് മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ലക്ഷ്മിയാണ് വിവരങ്ങളുമായി ചേർന്നത്.